ഈ നായ നമ്മൾ പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ പുള്ളിക്ക് വേണ്ടിയാ. ഇപ്പൊ വരും, കണ്ടോ? നിന്നോട് പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. അവനെ കുറിച്ച് നിനക്ക് അറിയാം. എന്നാ നിന്റെ കഥ ഇവിടെ തീരും. പറയാൻ നീ പറയുന്നില്ല അല്ലേ? നമസ്കാരം സാർ. സുഖമാണോ? എവിടെയാ ഉള്ളത്? ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ. ഒരു പ്രശ്നമില്ല. വിക്ടർ, നീ വന്നേ. വരുന്നു. സത്യ, നീ എവിടെ നിൽക്കും? ഇതിലേക്ക് ഒന്നുകളെയും പറഞ്ഞേക്കാം. എടാ, നീ ഇപ്പൊ ആ ലാപ്ടോപ്പ് എവിടാ ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇതൊന്നും ഒരു പ്രശ്നമില്ല സാറേ, ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വിക്ടർ, എന്താ ഇത്? സത്യ, എന്താ ചെയ്യാൻ പോകുന്നേ? സത്യദേവ് IPS. നിങ്ങളെല്ലാവരും കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നാ നന്നായിരിക്കും. എൻ്റെ ആൾക്കാർ ഇവിടെ വരുന്നത് വരെ. സത്യ! വിക്ടർ, നീ മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് നല്ലവൻ. പക്ഷെ നീ ഒരു ദുഷ്ടനാണ്. 7 മാസം മുമ്പ് നിന്നോട് സംസാരിച്ചതും നിന്നോട് കൂട്ടുകൂടിയതും എല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഈ മാത്യുവിനെ പൊക്കാൻ വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തപ്പോൾ കൂടെയുള്ള നായ്ക്കളും പിന്നെ ഈ മഹാമനുഷ്യനും ബോണസ്. താങ്ക് യു വിക്ടർ. 98% പോലീസുകാരും അവരുടെ തോക്കൊരിക്കലും മുറയിൽ നിന്ന് ഊരാറില്ല. അഥവാ ഊരിയെ തന്നെ ഷൂട്ട് ചെയ്യാറുമില്ല. എന്നാൽ ഈ ഞാൻ ആ പോലീസുകാരെ പോലെയല്ല. ഇവനെയാണോടാ നീ വിളിച്ചോണ്ട് വന്നത്? പോകരുത്, വേണ്ട. ചേട്ടാ! ഇത് സത്യ. വെടിയിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചേക്കല്ലേ, ശ്രദ്ധിക്കാം. നന്നായിട്ട് കണ്ടോ. ഇറ്റ്സ് മീ, സത്യദേവ്. ഇതൊരു ഞാണിന്മേൽ കളിയാ. ഈ സൈഡിലിരുന്ന നീ നല്ലവൻ, ആ സൈഡിൽ പോയാൽ നീ ദുഷ്ടൻ. ഈ സൈഡിലുള്ളവൻ പുറത്തു വരണം. അതിനുവേണ്ടി നീ ഇപ്പൊ ജീവിക്കുന്നേ. അല്ലെങ്കിൽ ഞാനിങ്ങനെയാ. അവിടെ നീ നിൽക്കൂന്ന് വാശി പിടിച്ചാ നിന്റെ മരണം നിശ്ചയം. ഓർത്താക്കൊള്ളാം. വെപ്പൺസ് എവിടെയാ? പോലീസുകാരോട് ഞാനൊരു ഡീലും ചെയ്യാറില്ല. ഡാനി പറഞ്ഞായിരുന്നു, ആളെ വിട്ടേക്ക് സാറേ, ഇനി നമ്മൾ കാണില്ല. ഗിരീഷ്, പണം കൊണ്ടുവന്നിട്ടുണ്ട്. തോക്ക് തന്നിട്ട് നീ വിട്ടേര്. ഇല്ലെങ്കിൽ ഡാനി എവിടെയാന്ന് എന്നോട് പറ. ഇപ്പൊ വരുവാ, നീ സംസാരിക്കുക. സത്യദേവ് IPS, നിന്റെ എല്ലാ ഡീറ്റെയിൽസും ഫയൽ ചെയ്ത് തന്നിട്ടുണ്ട്. ശരിയാണെന്ന് ചെക്ക് ചെയ്യേ. ഇവനെ തട്ടിയാക്കട്ടെ, ഇവനെ തട്ടിയാക്കട്ടെ, ഇവനെ കൊല്ലാൻ. ഇവിടെ മുകളില് നീ മുകളിലോട്ട് വാടാ. 3 വിഷയം ഈ സമയത്ത് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. 8ാം നിലയിലേക്ക് പോകാൻ എനിക്ക് മൂടുമില്ല, മനസ്സുമില്ല. ഇനി അടുത്ത കോമഡി എന്താണെന്ന് പറഞ്ഞു. പരമശിവന്റെ കഴുത്തിലെ പാമ്പല്ലേ നീ, അതുകൊണ്ട് 2ാമത്തെ ബുള്ളറ്റ് നിനക്കുള്ളതാ. മെരി ക്രിസ്മസ്. നിങ്ങള് സത്യദേവ്? ഹായ്, നൈസ് മീറ്റ് യു. ഐ ആം DCP റിച്ചാർഡ്. യാ, നിങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ഓർക്കും. ലിഫ്റ്റിലെ ഡാനിയെ സോളോ ആയിട്ട് പൊക്കിയില്ലേ? 3 കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ.
അതിൽ 2 എണ്ണം പറഞ്ഞായിരുന്നു. 3ാമത് ലിഫ്റ്റ് വെച്ച് എന്താ പറഞ്ഞേ? നമ്മുടെ നാട്ടിൽ ലിഫ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, നമുക്ക് വേണേൽ പടിക്കറ്റ് വഴി പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലേ? ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുക. നിന്നെ കൊല്ലാൻ പോവല്ലേ? അതുകൊണ്ട് ക്രിസ്മസിന്റെ സന്തോഷം മാത്രമല്ല, എല്ലാ ദിവസവും നീ സന്തോഷോടാ. ഒടുക്കത്തെ പഞ്ചായത്ത് കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവനൊരു റേപ്പിസ്റ്റാ, മർഡറാണ്, ഗാങ്സ്റ്ററുമാണ്. അവനിറങ്ങി പ്ലാറ്റ്ഫോം വഴി വെളിയിൽ വരും. നേരെ എൻട്രൻസിൽ അരുൺകുമാർ ഭാസ്കറിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഓക്കെ സാർ. ഏത് സ്റ്റാൻഡിലെ വണ്ടിയാ? ഞാനൊരു ജോലിയില്ല, ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്തോന്നാ? പോയി ജോലി നോക്കടാ, ചെല്ലേ. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഓട്ടോ ഒന്ന് എടുക്കുമോ പ്ലീസ്? സോറി കുട്ടി, ഓട്ടം വരാൻ പറ്റില്ല. എനിക്കൊന്ന് ആശുപത്രി പോകാൻ വേണ്ടിയാ. നിങ്ങൾ വേറെ ഓട്ടോ വിളിക്കാൻ നല്ലത്. ഞാൻ വേറെ കുറച്ച് അത്യാവശ്യമായിട്ടിരിക്കുക. ഇതിനേക്കാളും അത്യാവശ്യമായ ജോലിയുണ്ടോ? എന്തൊരു കാലമായത്. മുന്നിൽ കിടന്ന ഓട്ടോക്കാരന് പറ്റില്ലെന്ന് പറഞ്ഞോണ്ടാ ഇതിൽ കയറിയത്. എൻ്റെ ദൈവമേ, ഞാൻ കുടുങ്ങിയല്ലോ. കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കൊലപാതകത്തിന് ഞാൻ കാരണക്കാരനാണ്. കയറിക്കൊള്ളൂ. ഒരു ചേഞ്ചിന് ഒരു ജീവൻ രക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു. അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബഹുമാനമായിരുന്നു. ഹലോ, ഭാസ്കരനെ ഇതുവരെ കണ്ടില്ല. സാറുണ്ടല്ലോ അല്ലേ? സാർ പറയാം. സാർ എന്റെ ഫ്രണ്ടാ. സാർ അകത്തുണ്ടല്ലോ അല്ലേ? ഗോൾഡൻ രാജുവാണ്. നമസ്കാരമുണ്ട്. മര്യാദയ്ക്ക് പുറത്തു നിൽക്ക്. കാര്യം എന്താണെന്ന് അറിയാതെ സാർ എന്തിനാ ചൂടാവുന്നത്? അല്ല, നീ എന്നെ സമൂഹ സേവനത്തിന് വേണ്ടി കാണാമെന്നാണ് ഇവിടേക്ക്. സാർ ഇരിക്കേ. മേളിടത്തുനിന്ന് പ്രഷർ ഉണ്ടെന്നും അറിയാം, സാറിന് ബുദ്ധിമുട്ടുണ്ടെന്നും അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേരെടുക്കാമെന്നും എല്ലാവരും പറയുന്നുണ്ട്. 1 കോടി രൂപ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി 1 കോടി രൂപയും കൂടെ നീ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മോടെ കല്യാണം ഉറപ്പിച്ചു. ഇങ്ങ് താടാ. അറസ്റ്റായി കഴിഞ്ഞാൽ കുടുംബത്തിനും എനിക്ക് നാണക്കേടാ. ഒരു പെണ്ണിൻ്റെ അച്ഛനാ ഞാൻ. ഒന്ന് സഹായിക്കണം. മുകളിൽ നിന്നുള്ള പ്രഷറൊക്കെ നിനക്ക് ഒഴിവാക്കി തരാം. മറ്റുള്ളവരെ പൊക്കും, നിങ്ങൾ മൊത്തത്തിൽ ഡാമേജ് ആകും. അത്രേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്? തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയുമില്ലെന്ന്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നോട് കളിക്കരുത് സത്യദേവ്. നീ ഇപ്പം എന്നോടാ കളിക്കുന്നേ. ACP ഭാസ്കരനെ കൊന്നത് നീ തന്നെയാ. സിറ്റിയിലുള്ള കോളേജിന്റെ സ്കൂളിന്റെ മുമ്പിൽ മയക്കുമരുന്ന് വിൽക്കുന്നത് നീ അല്ല. എനിക്കറിയാം. അതിനു വേണ്ടി ഈ കളി. ശരി, കൈ പൈസയുണ്ട്, നാളെയും തരാം. നിന്നെ ഞാൻ നോക്കിക്കോളാം. പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. നീ ജീവിതകാലം മുഴുവനും സത്യസന്ധനായി എത്ര ജോലി ചെയ്താലും എന്റെ ഗ്രൂപ്പിലുള്ള ഒരു സാധാരണ റൗഡി സമ്പാദിക്കുന്ന പൈസ പോലും നിനക്ക് സമ്പാദിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിനക്കെത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, തരാം. എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഇപ്പൊ എന്നെ വിട്ടേക്ക്, അത്രയും മതി. എന്താ? അത് ഞാൻ ശരിക്കൊന്ന് ആലോചിക്കട്ടെ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞേ? ആരാ അങ്ങനെ പറഞ്ഞത്? മരിച്ചുപോയ എന്റെ ആൾക്കാർക്ക് പോലും 1 കോടി രൂപയാണ് വില. അറിയാമോ നിനക്ക്? ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ 2 പേരിൽ ആരുടെ ശരീരത്തിൽ മൈക്കുണ്ട്, ക്യാമറയുണ്ട്, അതോ പുറകെ ചാനലുകാരോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇത്? അങ്ങനെ ഒന്നുമില്ല. തന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും? എല്ലാം ഊരിയിട്ട് ഒന്നുമില്ലെന്ന് നിരൂപിക്കേ. പണം ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് വാങ്ങിച്ചോളാം. അങ്ങനെയാണോ?
ആദ്യം നീ ഊര്. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. എന്റെ ആള് വരും. നിന്നെ ചെക്ക് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം. സുരേഷേ, സാർ രാവിലെ ലേറ്റായിട്ട് വന്നതല്ലേ, അതിനുള്ള ശിക്ഷയത്. സാർ ഷർട്ടും പാൻറ്റല്ലോ ഊരാൻ പറഞ്ഞു. തന്നോടും കൂടാ. കാണിച്ചേ സാർ. സാറേ മുണ്ട് ഷർട്ടോ വേറെ ഒന്നുമില്ല. ഏയ്, നീ എന്താ ചെയ്യുന്നത് സത്യദേവ്? എന്റെ കാശ്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല അല്ലേ? എന്റെ വീടിന്റെ പടി കയറി വന്ന് എനിക്ക് വിലയിടുന്നു. ഇതാടാ നീ. യു ആർ നത്തിങ്. സത്യ, ആൻഡ് ഐ ആം എ പോലീസ് ഓഫീസർ. DCP സത്യദേവ്. എന്റെ ബലം നിനക്കറിയില്ലടാ. നിന്നെ പോലെ ഒരിക്കലും നിയമലംഘനത്തിന് കൂട്ടി നിൽക്കുന്നവനല്ലടാ ഈ സത്യദേവ്. കഴിവരുടെ മോനെ. ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. അതുകൊണ്ടുള്ള സന്തോഷം മതി എനിക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഉള്ളപ്പോൾ തന്നെ പ്രൊമോഷൻ കിട്ടും. എന്റെ വിശ്വസ്തരാണ് അവർ. എന്നാ നിന്റെ കൂടെയുള്ളവർക്ക് നീ ചാകുമ്പോഴാ പ്രൊമോഷൻ. നീ ഒന്ന് ചത്ത് കാണാൻ കാത്തിരിക്കവര്. എടാ, എന്റെ അച്ഛൻ എന്നെക്കാളും ശമ്പളം കുറവായിരുന്നിരിക്കാം. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ DCP ആടാ. നീ മരിച്ച നിന്റെ മക്കൾ അനാഥരായ റോഡിലൂടെ അലയും. തെരുവ് തണ്ടികളായി ചുറ്റി നടക്കും. നായേ. സുരേഷ് സാർ, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ നിന്റെ തല ഞാൻ അറക്കും. Get out! I say get out, man! നേരാലി വഴിക്ക് നിന്ന് കണ്ട സത്യദേവ് പോടാ. നാളെ 12 മണിക്ക് ഞാൻ തന്നെ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇറങ്ങി പോടാ. ഏയ്, പോടാ. ഓടാ പോ. കൈ നിറയെ കാശ് കിട്ടൂടാ. ഇതുപോലെ ഒരുപാട് പേരും വരും. ഐ എം ജസ്റ്റ് ഫോളോയിങ് മൈ ഹാർട്ട്, ഡാഡ്. എന്നോട് പറഞ്ഞ പോലെ. അത് മാത്രമല്ല, എപ്പോഴും കൂടെയുണ്ടല്ലോ. പിന്നെ ഞാനെങ്ങനെ ഈ പണം വാങ്ങും?